ഹലോ, ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ വെറൈറ്റി വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോസി നൈറ്റ് വ്ളോഗാണ് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിക്കൊക്കെ ഞാൻ തട്ടി കൂട്ടിക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങുന്നത് കറക്റ്റ് 7 o'clock കേട്ടോ. രാത്രി ആയാലും എനിക്ക് തീരെ ടൈം ഉണ്ടാവില്ല. എനിക്ക് 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ചില ദിവസങ്ങളിൽ 7 o'clock സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായിക്കണേ. ഈ വെക്കേഷൻ കഴിയണ വരെ മാത്രമേ എനിക്ക് ഇതേപോലെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഇനി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് അധികം ഷൂട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണേ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്യാൻഡിൽ വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഷോ വർക്കിലാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ഇരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ ക്യാൻഡിൽ കിട്ടിയ പൊലിവിലാണ്. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് എല്ലാതും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. എന്ന് വെച്ചാൽ വെറുതെ ഒന്നിങ്ങോട്ട് ഓടിച്ചു വിടും, എല്ലാതും ഒന്ന് വായിച്ച് ഓടിച്ചു വിടും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ ടൈം ലാപ്സിലിട്ട് ഒരുപാട് വീഡിയോസ് ഇൻക്ലൂഡ് ആക്കിക്കണം. ആ ടൈം ലാപ്സിലിട്ട വീഡിയോസ് കാണുമ്പോൾ എനിക്കെന്നൊരു മനസ്സുഖമാണ്. പിന്നെ ആ ക്യാൻഡിൽ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു റെഡ് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഒരു പഴയ ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഉണ്ടാക്കിയതായിരുന്നു. ഒരു പൊട്ടുന്ന ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതായിരുന്നു. ബട്ട് അതിങ്ങനെ കത്തിക്കണോടത്തോളം അതിൻ്റെ നൂലിങ്ങനെ താന്ന് പോകും. എല്ലാ ക്യാൻഡിൽസും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പെട്ടെന്നായിട്ട് അടിക്ക് പോകും. ഒരു 2 വിരിവ് കത്തിക്കുമ്പോൾ തന്നെ അടിക്ക് പോയിണ്ടാവും. എനിക്കാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതേപോലെ ക്യാൻഡിൽസ്. അപ്പോൾ ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനാകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഈ വീഡിയോ പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. എല്ലാ ദിവസത്തെയും നോട്ട്സ് അന്ന് തന്നെ ഉണ്ടാകും. പിന്നെ ഓരോ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ടെസ്റ്റ് പോലെ. അത് എല്ലാ ദിവസവും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണോ കവർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫുൾ നോട്ട്സും ഡീറ്റെയിൽ നോട്ട്സും ഇങ്ങനെ എക്സാംസും ഉണ്ടാവും. അപ്പോൾ എൻ്റെ എഴുത്തും പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യൻ്റെ ബുക്സ് പൊതിയാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറേ ദിവസം അയക്കണ് ഓന് ഇൻ്റെയും ഇമ്മാൻ്റെയും പിന്നാലെ നടക്കണു. താത്ത ബുക്ക് പൊതിഞ്ഞുണ്ടാ, ഇമ്മ ബുക്ക് പൊതിഞ്ഞുണ്ടാ പറഞ്ഞിട്ട്. അങ്ങനെ പൊലിവിൽ പറയാനുള്ള മെയിൻ കാരണം ഈ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ചെറിയ കുട്ടികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബുക്ക് പുതിയ ബുക്ക്, ബാഗ്, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, റബ്ബർ, അതൊക്കെ ഭയങ്കര ഒരു പൊലിവാണല്ലോ അവർക്ക്. ഞാനിപ്പോൾ ഈ പൊതിഞ്ഞു കൊടുക്കുന്ന ബുക്കൊക്കെ ഇനി നേരെ കൊണ്ടുപോയിട്ട് അലമാരയിൽ അടുക്കി വെക്കും. എന്നിട്ട് സ്കൂൾ തുറക്കണേൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും ബാഗിൽ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഞാനെന്നല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ പല ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്കൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കണ പൊലിവൊക്കെയാണ് പെയ്ക്കണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ പറഞ്ഞെങ്കിൽ വെക്കേഷനൊന്നും ഇല്ലല്ലോ. ആകെ ഒരു മാസം കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഠിക്കാനും വേണ്ടിയിട്ട് സ്കൂൾക്ക് പോകുമെന്ന് വേണ്ട, അല്ലാതെ തന്നെ തുടങ്ങിയിരിക്കണം. പിന്നെ ഇപ്പം എന്ത് സ്കൂള്. എന്നാലും ആ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ചെറിയൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമ്മ വന്നത്. ഇമ്മ വന്നപ്പോൾ ഞാൻ സൈഡിലേക്ക് ഇരുന്നിട്ട് ഇമ്മാനെ കസാരയ്ക്ക് ഇരുത്തിട്ടോ ബുക്ക് പൊതിയാനും വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ കാണുന്ന ഈ കത്രിക കണ്ടില്ലേ, ഈ വീട്ടിൽ മീൻ നന്നാക്കൽ വെച്ചിട്ട് ബാക്കി എന്താവശ്യത്തിന് ഈ ഒരു കത്രിക മാത്രമേ ഉള്ളൂ. അത് ഇവിടെ വേറെ കത്രിക ഇല്ലായിട്ടല്ല, വേറെ കത്രികകളൊന്നും ഒന്നും എവിടെ തപ്പിയാലും കാണൂല അതിനോട്ട്. ഇത് ഇമ്മാന്റെ തുണി വെട്ടുന്ന കത്രികയാണ്. ഇമ്മ എപ്പോഴും പറയും മിഷീൻമത്തെ കത്രിക എടുത്ത് കൊണ്ടുപോകരുത്, പേപ്പർ കട്ട് ചെയ്താൽ മൂർച്ച പോകുന്നൊക്കെ പറയും. സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം നമുക്ക് ആ കത്രിക തന്നെ വീണ്ടും ഉടുക്കേണ്ടി വരും. പിന്നെ ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ട് കുറേ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഈ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ഓർമ്മയില്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ പേരിലായിരിക്കും. പിന്നെ അത് അങ്ങനെ പോയി എവിടെയെങ്കിലും ഒക്കെ ഇരിക്കും അവസാനിക്കുന്നുണ്ടാവുക. ഇതിപ്പോ ഇമ്മ അപ്പുറത്തുനിന്നൊക്കെ പൊതിഞ്ഞേരും, ഞാനൊക്കത്തിനും പിന്നടിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ ബുക്ക് പൊതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യോനിക്കാണെങ്കിൽ ഒരുപാട് ബുക്കുകളും ഉണ്ട്. ഇനി ഇതിൽ 2-3 ബുക്കുകൾ കിട്ടാൻ ബാക്കിയുണ്ട്. ഡയറി കിട്ടിയിട്ടില്ല, പിന്നെ ഏതൊക്കെ 2 ബുക്കുകളും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഈ സ്റ്റിക്കർ ആ പേപ്പറും വന്ന് പറിച്ചിട്ട് ബുക്കുമൊക്കെ ഒട്ടിക്കുമ്പോണ്ടല്ലോ എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ ജേർണലിങ് ചെയ്യണ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതും അതേപോലെ ഇതുമേലെ തന്നെ ഒട്ടിക്കണ നെയിം സ്ലിപ്പൊക്കെ ആ ഒരു പേപ്പറിന്ന് പറിച്ചെടുക്കുമ്പോൾ അതൊരു വേറെ രസമാണ്. പിന്നെ ഇവന്റെ ടേം ബുക്കിന്റെ പേരൊക്കെ നിങ്ങൾ ബുൾബുൾ ടേം ബുക്ക്. ഇവൻ ഈ 2nd സ്റ്റാൻഡേർഡ്ക്കാണ്. എല്ലാ ബുക്കുകളും നല്ല ക്യൂട്ടായിട്ടാണ്. പിന്നെ ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളൊക്കെ അപ്പുറത്ത് നോനിരുന്നിട്ട് സെലക്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ ബുക്കുകളും ഏതൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളത്. അങ്ങനെ ഇതാ ഫുള്ള് പുതിയലും ഒട്ടിക്കലും ഒക്കെ കഴിഞ്ഞു. ഇത് ഈ സ്റ്റിക്കറുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്നെങ്ങാനും വാങ്ങിയതാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒക്കെ കൂടെ കഴിഞ്ഞപ്പത്തിനും എൻ്റെ റൂമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഇലയും ലൈറ്റും കണ്ടില്ലേ, അത് ഫുള്ള് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആദ്യമത്തെ ലൈറ്റൊക്കെ എന്തൊക്കെയോ അയക്കണ്.
അതിനിപ്പോൾ ക്ലീൻ ആക്കുമ്പോൾ എടുത്ത് നോക്കണം. അങ്ങനെ നമ്മൾ റൂമത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അടുത്ത കലാപരിപാടികളിലോട്ട് പോവുകയാണ്. എന്താണ് കിച്ചൺ കിടക്കണ കോലം കണ്ടില്ലേ? ഇതിങ്ങനെ ആ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനാണ് കിച്ചണിൽ കയറിയിരിക്കുന്നത്. ഞാൻ അവിടേക്ക് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആന ഓടക്കാട്ടി കിടന്ന മാതിരി കയറും. ഞാൻ എപ്പോൾ കയറുമ്പോൾ ഉമ്മ പറയുന്ന ഒരു കാര്യമാണ് എനിക്കെൻ്റെ കിച്ചൺ പഴയ പോലെ തന്നെ ആക്കി തരണട്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കുക്ക് ചെയ്യും. പക്ഷേ ഈ ക്ലീനിങ് അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ്. പാത്രം കഴുകുക, അടിച്ചു പോയുക, തുടക്കുക, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ ടൈം ലാപ്സിൽ ഇട്ടപ്പോൾ എത്ര പെട്ടെന്നല്ലേ ഈ കിച്ചൺ അതേമാതിരി ആയത്. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ അങ്ങനെ ഒന്നും പാളിപ്പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എങ്ങാനും പാളിപ്പോയാൽ തന്നെ അതെങ്ങനെയെങ്കിലും വായിൽ വെക്കാനുള്ള രീതിക്ക് തന്നെ ഞാൻ ആക്കി എടുക്കുള്ളൂ. കഴിക്കാൻ പറ്റാത്ത രീതിക്കൊന്നും ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ കുക്കിംഗ് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ പാത്രം കഴിക്കണ വീഡിയോ കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്തോ ഭയങ്കര എന്തെന്നറിയോ, ഒരു പ്രൗഡ് ഫീല്. എന്തിനാ ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്നിട്ട് ആണ്ട് തപ്പിയപ്പോൾ കുറച്ച് മാക്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. ഇനിയിപ്പോൾ എൻ്റെ റൂമിനെ ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ലീഫൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഇനി ഇത് ഞാൻ കുറച്ചായി അവിടെ വെച്ചിട്ട്, എൻ്റെ റൂം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ കുഞ്ഞ് റൂമാണ് കേട്ടോ. അതിനോട്ട് ഉള്ള സ്ഥലത്തിൽ തന്നെ ഞാൻ എല്ലാതും കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി റൂം ക്ലീൻ ആക്കാൻ നിൽക്കുന്ന ടൈം ഇതാണ്. നേരെ 10 മണി ആയിക്കണ്. എന്നാലും ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കരുതിയതായിരുന്നു കേട്ടോ, എൻ്റെ റൂം ഞാൻ ക്ലീൻ ആക്കിയിട്ടേ ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ എന്ന്. ഇങ്ങനെ കാട്ടുകൊണ്ട് നമുക്ക് 2 ഗുണമുണ്ട്. ഫസ്റ്റ് വൺ വീഡിയോ കിട്ടും, സെക്കൻഡ് വൺ നമ്മൾ അത്രയും മടി പിടിച്ചിരുന്നത് ഏത് സ്ഥലമാണെങ്കിലും അങ്ങോട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ഈ ലൈറ്റ് കണ്ടില്ലേ, ഇതുമത്തെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇരുന്നിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ? അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം അയക്കണ്. എന്തായാലും കുറെ അയക്കണു അതിട്ടിട്ട്. അതിന്റെ ആവശ്യമുള്ളതൊക്കെ കുറെ കത്തിക്കണ്. അപ്പോൾ അതിനൊക്കെ അവിടുന്ന് വലിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ റൂമിനെ കാണാൻ എന്തോ ഒരു വലിയ സാധനം ഒഴിവായ പോലെ ഇരുന്നു കേട്ടോ. നമ്മൾ ഈ ഉപ്പില്ലാത്ത കഞ്ഞിയാണ് പറയുമല്ലോ, അതേപോലെ ഇരുന്ന് ഈ ഏലല്ലാത്ത എൻ്റെ റൂം. പിന്നെ ഞാൻ അവിടെ ക്ലീൻ ആക്കുന്ന സമയം കൊണ്ട് ഇമ്മ അവിടെ ഖുർആൻ ഓതുക, മജ്ലിസ് നൂർ ചെല്ലുക, അങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഒരു 11:10 ആയപ്പോഴത്തേനും ഇമ്മ മെല്ലെ സൈഡാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇമ്മാനെ ചെറിയൊരു പനി ഇങ്ങനെ മാടി വിളിക്കണ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്മ പോയി കടന്നു. ഇനിയിപ്പോൾ ഞാനിത് ഈ വേസ്റ്റ് ഒക്കെ അടിച്ച് കളഞ്ഞിട്ട് വേണം എനിക്ക് കിടക്കാനും വേണ്ടിയിട്ട്. രാത്രി അടിച്ചു വരാൻ പാടില്ല എന്നൊക്കെ ഞാൻ എവിടേക്കോ ആരൊക്കെയോ പറയണ കേട്ടുകൊണ്ടു കേട്ടോ. ബട്ട് ഈ ചപ്പ് ഇങ്ങനെ ഇട്ടിട്ട് എങ്ങനെ കടന്നുറങ്ങുക? എൻ്റെ അമ്മ എന്നോട് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളെ വീടും റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിട്ട് വേണം കിടക്കാനെന്ന്. കാരണം നേരം വെളുത്തിട്ട് നീക്കുന്ന യാതൊരു ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതിനോട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിട്ട് വേണം രാത്രി കിടക്കാനെന്ന്. അപ്പോൾ ആ ഡയലോഗ് അങ്ങനെ കേട്ട് ഇപ്പം അങ്ങനെ ക്ലീൻ ആക്കാതെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നാളക്കത്തേനുള്ള ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കുകയാണ്. എന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബട്ട് ഈ ഒരു ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്തൊരു ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കണത്. ഞാൻ ആണ്ടിലോ കൊല്ലത്തിലോ മാത്രമേ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ റീസൺ വേറൊന്നും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ക്യാൻഡിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒക്കെ കേട്ടോ കറക്റ്റ് ഒരു കോസി വൈബ് വന്നത്. അങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റാക്കി ഇനി ഈ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പോയി കിടക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻ്റ് ഒക്കെ ചെയ്യാം. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ.